നമസ്കാരം. പോളി ടോക്സിലേക്ക് സ്വാഗതം. ഈ പൊന്നാപുരം കോട്ട എന്ന മലപ്പുറത്തെയും അതുപോലെ തന്നെ പൊന്നാനിയെക്കുറിച്ചൊക്കെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ലീഗിൻ്റെ പൊന്നാപുരം കോട്ട, ആര് വന്നാലും തകർക്കാൻ പറ്റാത്ത കോട്ട, കോണി വെച്ച് കയറിയാൽ പോലും വേറൊരാൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റാത്ത കോട്ട. പക്ഷെ ഇപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമസ്ത വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്നുവെന്നും സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് ഈ ഹംസ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി CPM-ന്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ്. നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു, ആരോപണമല്ല, അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഈ ഉമർ ഫൈസി മുക്കം നടത്തിയ ഒരു പ്രസ്താവനയോടുകൂടി അവരുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ള വ്യക്തമായിട്ടുണ്ട്. ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും തിരിച്ചടി ഉണ്ടാവുക? പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒന്നാമത്തെ കാര്യം, ഈ CPM-ന്റെ സ്ഥാനാർത്ഥി അല്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ വരവ് തന്നെ അത്ര മുസ്ലിം ലീഗിന് വലിയ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒന്ന്, പാർട്ടിയുടെ ഒരു മിനിഞ്ഞാന്ന് വരെ ആ പാർട്ടിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമുദായത്തിലെ ആളല്ലേ അത് കുഞ്ഞാലിക്കുട്ടിയോടുള്ള എന്തോ വ്യക്തിപരമായ പാർട്ടി വിടുന്നു. ഇപ്പുറത്ത് വന്ന് വെറും സ്ഥാനാർത്ഥിയല്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അത് അപ്പാടെ തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വലിയ ഫ്രണ്ട്. പിന്നെ സമസ്തയുടെ ഒരു സ്വാധീനം അത് ഈ നേതാക്കൾ പറയുന്നിടത്തൊന്നും നിൽക്കില്ല. അത് സമസ്ത പൊതുവെ മുസ്ലിം ലീഗിന്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പൊ പിന്നെ ഈ ഏതോ നേതാക്കൾ കൊണ്ടോ ഒരാള് സമസ്തയുടെ പിന്തുണയോടുകൂടിയാണെന്ന് പറഞ്ഞാലും ലീഗിന്റെ അണികൾ ഒരിക്കലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊന്നാനിയിൽ അങ്ങനെ ഒരു മാറ്റമേ ഉണ്ടാവില്ല. നേരത്തെ ഈ സുന്നിയുടെ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിൽ ഒരു സുന്നി വിഭാഗം യഥാർത്ഥത്തിൽ CPM-നോട് എല്ലാ കാലത്തും ആഭിമുഖ്യം ഉയർത്തിയിരുന്നു. അവർ അരിവാൾ സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ അരിവാൾ സുന്നി എല്ലാ കാലത്തും വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടല്ലാണ്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ അങ്ങനെ വലിയ രീതിയിൽ എന്തെങ്കിലും ഗുണം ചെയ്തതായിട്ട് അറിയില്ല. അതുപോലെ തന്നെ സമസ്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ വലിയ വോട്ട് ബാങ്കാണ്. ഇപ്പം നമുക്കറിയാം, പൊന്നാനി തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ, മലബാർ ഏരിയയിലുള്ള ലീഗിന്റെ ഏറ്റവും ശക്തരായ പ്രയോക്താക്കൾ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം സമസ്തയാണ്. പിന്നെ മാത്രമല്ല, സമസ്ത എല്ലാ കാലത്തും ഈ ലീഗിന്റെ പല നേതാക്കന്മാരുടെ അവരുടെ നേതാവായിട്ടൊക്കെയാണ് പരിഗണിച്ചത്. പാണക്കാട് തങ്ങളെ അടക്കം അവര് SKSF-ന്റെ ഒക്കെ നേതാവായിട്ട് എല്ലാ കാലത്തും വന്നിരുന്ന പാണക്കാട് കുടുംബത്തിലുള്ള ഒരാളാണ്. അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പാണക്കാട് തങ്ങളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇക്വേഷനിലൊക്കെ മാറ്റം വരുന്നുണ്ട്. മാത്രമല്ല, ഇവർ പറയുന്ന, അതായത് സമസ്ത ചില ആളുകളെ അവരുമായിട്ട് ബന്ധം പാടില്ല എന്നോ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഐക്യവും പാടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ വേദികളിൽ ലീഗിന്റെ ചില നേതാക്കന്മാര്, അതായത് ഈ പാണക്കാട് തങ്ങളടക്കം പങ്കെടുക്കുന്നു. ഇത് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നാണ് അവരുടെ ആവശ്യം. ഇപ്പൊ PMA സലാം നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് സമസ്ത ഇവരുമായിട്ട് ഉടക്കുന്നതും ഒക്കെ. അന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഇലക്ഷനിൽ ഞങ്ങൾ പിന്നെ ഈ വിഷയം പ്രതിഫലിപ്പിക്കുന്നു. പക്ഷെ ഇന്നലെ വളരെ ഇത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവസാനം ലാസ്റ്റിൽ ഈ ഉമർ ഫൈസി മുക്കം ഇത് പറയണം, അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നില്ല. ഇപ്പൊ ഇന്ന് യാക്കോബായ സഭ അതുപോലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓർത്തഡോക്സുകാർ അവർ സമദൂരം പ്രഖ്യാപിച്ചു. ഞാൻ എക്കാലത്തും ഞാൻ പറഞ്ഞിട്ടില്ല ലക്ഷ്മൺ, ഞാൻ ഇതിനെ വിശ്വസിക്കാത്ത ആളാണ്. കാരണം അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചാൽ ഉടനെ ഇതെല്ലാവരും പോയി, ഇതൊരു സെക്കുലർ സംസ്ഥാനമല്ലേ. അത് തന്നെയല്ല, ഈ മലപ്പുറത്തെ മുസ്ലിം പൊളിറ്റിക്സിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പുതിയ തലമുറ അങ്ങനെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ നേതാവ് പറയുന്നതുകൊണ്ടല്ല വോട്ട് ചെയ്യുന്നത്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ഒരുപക്ഷെ എല്ലായിടത്തും ഉള്ള പോലെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. മലപ്പുറം വളരെ സെക്കുലറായിട്ട് ചിന്തിക്കുന്ന വലിയ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ്. അവിടെ ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ പറയുന്നുണ്ട്, ഇത് നമ്മുടെ സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞാൽ ഉടനെ അപ്പുറത്ത് ചിന്തിക്കുന്നവരെല്ലാവരും ഇപ്പുറത്ത് അങ്ങനെ. ഇപ്പൊ യാക്കോബായ സഭ പറയുന്നു, അതുകൊണ്ട് യാക്കോബായ സഭക്കാർ മുഴുവൻ വോട്ട് കുത്തും. അല്ലല്ല, അതിപ്പോ ഓർത്തഡോക്സുകാര് വളരെ കൃത്യമായി പറഞ്ഞ എന്താന്ന്, സമദൂരം എന്ന് പറഞ്ഞാലും അവർ പറഞ്ഞ വളരെ കൃത്യതയുണ്ടായില്ല. കാരണം അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഈ ഓർത്തഡോക്സ് സഭയിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പോകുന്നവരാണെന്നും അതുകൊണ്ട് നമ്മൾ സഭ ഒരാൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നും, അതുകൊണ്ട് സമദൂരം, അതിനാണ് തിരിച്ചറിവ്. അപ്പോ യഥാർത്ഥത്തിൽ ഈ ഓർത്തഡോക്സുകാർക്കെതിരെയുള്ള വലിയൊരു സംഭവം എന്താണ്, ഇവർ കാലാകാലമായിട്ട് BJP-യോട് ആഭിമുഖ്യമുള്ളവരാണെന്നും, കാരണം നമുക്കറിയാം അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയൊക്കെ ചേർന്നുകൊണ്ട് ഇവർ ഈ സഭാ തർക്കങ്ങളിലൊക്കെ പരിഹാരം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ നമുക്കറിയാലോ, തിരുവനന്തപുരത്ത്
ശശി തരൂരിനെ തോൽപ്പിക്കാൻ വേണ്ടി സുകുമാരൻ നായർ രംഗത്തിറങ്ങിയതല്ലേ? അതെ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഒന്നും 3 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചില്ല. ഒന്നും ഇല്ല, സംഭവിച്ചില്ല. എന്തുകൊണ്ടാ ഈ അതുകൊണ്ട് ഏറ്റെടുത്ത് സ്വന്തം നായരാക്കുകയും ചെയ്തു. പല നായർ സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമം നടത്തിയിട്ട് നടന്നില്ല. പിന്നെ ചില നായർ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശം പ്രഖ്യാപനം നടത്തിയിട്ട് നടന്നില്ല. അപ്പൊ ഈ സമുദായ നേതാക്കന്മാർക്കൊന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. വിശ്വസിക്കാനേ പക്ഷേ പറ്റുന്നില്ല. ഇതൊക്കെ പറയുമ്പോഴും സമസ്തയുടെ വിഷയം അതല്ല. സമസ്തയുടെ വിഷയം യഥാർത്ഥത്തിൽ ഈ സമസ്ത ലീഗ് ഒന്നായിരുന്ന ഒരു സമയമുണ്ട്. ഉണ്ട്. ഒന്നായിരുന്ന സമയമുണ്ട്. ഇതിൽ ഏതാണ് പിന്നെ ലീഗ് ഏതാണ് സമസ്ത എന്നൊന്നും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. പുള്ളിയൻ ഇന്നലെ ഉമർ ഫൈസി തന്നെ പറഞ്ഞിട്ടുണ്ട്, പോഷക സംഘടനയായിട്ട് വർക്ക് ചെയ്ത കാലമുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ മതപണ്ഡിതന്മാരാണ് ഇവർ. മതപണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെടുന്നു എന്നുള്ളൊരു വിഷയം ചെറുപ്പക്കാരായ ആളുകൾക്കിടയിൽ വലിയ വിഷയമുണ്ട്. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലാകാലമായിട്ട് കോണിച്ചിഹ്നത്തിൽ മാത്രം കുത്തി ശീലിച്ചവര് ഒരു ക്യൂവിൽ നിന്നിട്ട് ഇത്രയും ദൂരം ക്യൂ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും അവരുടെ മനസ്സിൽ മാറ്റം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തൊരു ശീലം എത്രയോ കാലമായിട്ട് ഇല്ലാത്ത ഒരാളാണ്. അല്ലെങ്കിൽ ആ ചിഹ്നത്തോട് എന്തോ അലർജി പോലെയുള്ള ഒരു ജനവിഭാഗത്തോടാണ് പെട്ടെന്ന് പോയി പറയേണ്ടത് ഹംസക്ക് അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ വോട്ട് ചെയ്യണം നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കണം. അല്ല, ചിഹ്നം സംരക്ഷിക്കാൻ ശരിയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിപ്പം സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചിരുന്നെങ്കിൽ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് തന്നെ വോട്ട് മേടിക്കാമായിരുന്നു. ഇത് അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിയല്ല, അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ CPM-ന്റെ പിന്നെ ഒപ്പോടുകൂടിയുള്ള പത്രികയാണ് സമർപ്പിച്ചതെന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം സമസ്തയുടെ സ്ഥാനാർത്ഥിയല്ല. അപ്പൊ സമസ്തക്ക് വോട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല, അയാൾ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഇവിടെയാണ് വിഷയം. ഈ ഹംസയെ അവർക്ക് ഒരിക്കലും സ്വന്തം സ്ഥാനം. പിന്നെ ഇതിൽ വേറൊരു വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ കൂടത്തായി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു ജിഫ്രി കോയ തങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത്. സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അന്തിമമായ തീരുമാനവും ജിഫ്രി കോയ തങ്ങളാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ജിഫ്രി കോയ തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ സമസ്തയിൽ തന്നെ ഇതിൽ വലിയ എതിരഭിപ്രായമുണ്ട്, തർക്കങ്ങളുണ്ട് എന്നില്ല. പക്ഷെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ 3 ദിവസമേ ഉള്ളൂ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ ഇനി സോൾവ് ചെയ്യാനുള്ള ടൈമില്ല. കാരണം 3 ദിവസം കൊണ്ട് എത്ര പേരെ കണ്ടു തീർക്കാൻ പറ്റും? അപ്പം ഇതിനെന്ത് പരിഹാരം? ഇപ്പൊ ഫോണിലൂടെ മെസ്സേജ് അയക്കുകയും ആളുകൾ വിളിക്കുകയും പലരെയും പാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യായിരിക്കും. അല്ല, അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ, രാജേഷ് പറഞ്ഞ പോലെ തന്നെ, ഇത് ഏതാനും പണ്ഡിതരെങ്കിൽ പണ്ഡിതർ, അല്ലെങ്കിൽ നേതാക്കൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമുദായ അവർക്കിടയിലുള്ള പ്രശ്നമാണിത്. അതെ, താഴെത്തട്ടിലുള്ള ജനങ്ങൾ അങ്ങനെ ചില അധികാര തർക്കങ്ങളാണ്, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലാതെ സാധാരണ വോട്ടർമാര് ഇങ്ങനെ ഇവര് പറയുന്നിടത്തൊന്നും പോയി കുത്തുന്ന കാലം കേരളത്തിൽ ഇവരാരും ഏത് സമുദായ നേതാവാണെങ്കിലും ഇത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഇത്രയേറെ വഷളാക്കാനും അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം കുത്തിത്തിരിപ്പുണ്ടാക്കാനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ CPM ഇതിൽ നടത്തിയ ഇടപെടലുകളാണ്. ഇപ്പം നമുക്കറിയാം, ഏക സിവിൽ കോഡിനെതിരെ നടന്ന കോഴിക്കോട് നടന്ന സെമിനാറിൽ ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ റാലി, ഇത്തരം 2 സംഭവങ്ങളിൽ ഇവർ വലിയ രീതിയിൽ സമസ്ത നേതാക്കന്മാർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും കൊടുക്കുന്നതോടു കൂടിയാണ് ഇവർ തമ്മിലുള്ള ഒരു ഐക്യം. ഇതേ സമയത്ത് തന്നെയാണ് മുസ്ലിം ലീഗുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക, രാഷ്ട്രീയപരമായിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാതിനെ കുറിച്ചാണ് CPM ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ടി.കെ. ഹംസയൊക്കെ ജയിച്ചൊരു കാലമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചരിത്രം ആവർത്തിക്കാൻ പറ്റുമോ ഈ ഹംസയിലൂടെ എന്ന് ആലോചിക്കുന്നത്. അന്നത്തെ ടി.കെ. ഹംസ ഇന്നത്തെ ഈ KS ഹംസയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആലോചന നടക്കുന്നത്. പക്ഷേ ഈ പൊന്നാനിയിലെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അബ്ദുൾ സമദ് സമദാനിയാണ് മത്സരിക്കുന്നത്. അബ്ദുൾ സമദ് സമദാനിയോട് യഥാർത്ഥത്തിൽ സമസ്തയ്ക്ക് അത്തരത്തിലുള്ള ഒരു യോജിപ്പുകളില്ല. അപ്പൊ സമസ്ത ഒരിക്കലും ഈ CPM-ന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതുകൊണ്ട് പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നുള്ളൊരു വലിയ വിഷയമുള്ളത് കൊണ്ട് അവസാന ലാപ്പിൽ എത്തുമ്പോഴേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അങ്ങനെ തന്നെയാണ് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞ അപ്പോഴും പരിഹരിക്കപ്പെടേണ്ടത് ആര് തമ്മിലാ? അവര് തന്നെ. അത്രേ ഉള്ളൂ. അതാണ് ഒരു വീട്ടിലുണ്ടായ തർക്കം മാത്രമായിട്ടുള്ളൂ. അതിപ്പം പക്ഷേ CPM വലിയ രീതിയിൽ ഈ പ്രതീക്ഷിക്കുന്നു. വലിയ രീതിയിൽ ഇപ്പം അവർക്ക് വടകരയിൽ പോലും ഇല്ലാത്ത പ്രതീക്ഷയാണ് ഇപ്പം ഇവിടെ പൊന്നാനിയിലുള്ളത്. ജയിക്കും. അല്ല, ഞാൻ പറഞ്ഞ ഈ 2നെ നയിക്കുന്ന വിഭാഗങ്ങളെ നോക്കിയല്ലല്ലോ തെരഞ്ഞെടുപ്പ്. അല്ല, അതിനു വേണ്ടിയുള്ള ശ്രമം അത് ഏത് തരത്തിലെത്തുമെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ വക കാര്യങ്ങളിലൊന്നും അല്ല പ്രശ്നം. അവരെ കുറിച്ചാണ് ചിന്തിക്കുക, രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചാണ് വോട്ട് ചെയ്യുക. അല്ല, എൻ്റെ ബിഷപ്പ് പറഞ്ഞല്ലോ, എൻ്റെ തിരുമേനി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ആരാ വോട്ട് ചെയ്യുന്നത്? ഇപ്പം വയനാട്ടിലെ തിരുമേനി പറഞ്ഞില്ലേ 300 രൂപ 400 രൂപ റബ്ബറിനാക്കിയില്ലെങ്കിൽ. അല്ല, അത് പറഞ്ഞ പാമ്പ്ലാനിയാ, തലശ്ശേരി അതിരൂപതയുടെ ബിഷപ്പാണ് പറഞ്ഞത്. പാമ്പ്ലാനി പറഞ്ഞ ആരാണോ റബ്ബറിന് വില കൂട്ടി തരുന്നത് അവരെ നമ്മളെ സഹായിക്കുന്ന. അപ്പൊ സഹായിക്കും എന്ന് പറയുന്ന സമയത്ത് ആരാണ് പൈസ കൊടുത്ത് സഹായിക്കുമായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റും, അല്ലാണ്ട് വോട്ട് ചെയ്ത് കൊടുത്തൊന്നും സഹായിക്കാൻ ആർക്കും പറ്റില്ല. അത്
അതാണ് പറഞ്ഞത്, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അത് തന്നെയാണ് സമസ്തയുടെ കാര്യത്തിൽ സംഭവിക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അത് അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ എന്താ പറയേണ്ടത്, തെരഞ്ഞെടുപ്പാണ്, എന്തും സംഭവിക്കാം. അതുകൊണ്ട് ലീഗിന് തിരിച്ചടി കിട്ടുമോ ഇല്ലയോ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്താ അത്ഭുതങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പല അത്ഭുതങ്ങളും. അതുകൊണ്ട് അത്ര അങ്ങോട്ട് പൂർണ്ണമായും പറയാൻ പറ്റില്ലെങ്കിൽ പോലും സമസ്ത വിഷയം യഥാർത്ഥത്തിൽ ലീഗിന് ഒരു ചെറിയ ഭയമുണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്.